بسم الله الرحمن الرحيم صلواتي على النبي وسلامي وهو خير الأنام بدر التمام طلع البدر علينا من ثنيات الوداع وأجهب شكر علينا ما دعا لله. والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا محمد. اللهم إنا نسألك أن ترزق كل منا لسانا صادقا ذاكرا وقلبا خاشعا منيبا وعملا صالحا زكيا وعلما نافعا رافعا وإيمانا راسخا ثابتا ويقينا صادقا خالصا ورزقا حلالا طيبا واسعا يا أرحم الراحمين. أما بعد. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, സദസ്സിൽ സന്നിഹിതരായ പണ്ഡിത വരേണ്യന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ മാന്യ പ്രവർത്തകർ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദര സമുദായത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നല്ലവരായി ജീവിച്ച് നല്ലതു മാത്രം പ്രവർത്തിച്ച് നല്ലവരായി മരിച്ച് നല്ലവരോടുകൂടെ അള്ളാഹു നമ്മെയും നാം സ്നേഹിക്കുന്നവരെയും അവന്റെ സുഖലോക സ്വർഗത്തിന്റെ അഹുരുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ സദസ്സ്, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും സഹകരിച്ച മുഴുവൻ സഹകാരികൾക്കും ഹൃദയങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും സന്തോഷവുമെല്ലാം അറിയുന്ന റബ്ബ് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ഇസ്ലാം വിമോചനത്തിന്റെ നിത്യദർശനം എന്നതാണ് നമ്മുടെ പ്രമേയം. സ്വാഗത പ്രഭാഷണവും ഉദ്ഘാടകനുമെല്ലാം ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധമായ ഇസ്ലാം അതിന്ന് ഒരു പരിധിവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ വരെയും വളരെ സന്തോഷത്തോടുകൂടെയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെയും നോക്കിക്കണ്ടിരുന്ന പലരും സംശയത്തിന്റെ ദൃഷ്ടികളോടുകൂടെ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ വ്യക്തികളെയും സമീപിക്കുന്നുണ്ട് എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, നാം താമസിക്കുന്ന ഭാരതത്തിന്റെ മുക്കുമൂലകളിൽ, വിശിഷ്യ ആഗോളാടിസ്ഥാനങ്ങളിൽ ചിന്തിക്കുമ്പോൾ അവഗണനയുടെ ചാട്ടവാറടിയേറ്റ് കരിവാളിച്ച ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആസാമിലും ഭിവണ്ടിയിലും ജാംഷഡ്പൂരിലും മൊറാദാബാദിലും ഭഗൽപൂരിലും കാശ്മീരിലും കാട്ടൂരിലുമെല്ലാം യാതനകളും വേദനകളും അനുഭവിച്ചത് ഒരു കാലഘട്ടത്തിന്റെ കാര്യമായിരുന്നു എങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ പ്രമോദ് മുത്തലക് എന്ന് പറയുന്ന ശിവസേനയുടെ വ്യക്തി മുസ്ലിം സമൂഹം സംഘടിതമായി ജീവിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ചെന്ന് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി
ആസൂത്രിതമായി മുസ്ലിങ്ങളെ തകർക്കാനുള്ള ശ്രമം പിടിക്കപ്പെട്ടതും പത്രദ്വാരയും മറ്റു വിധേനയുമെല്ലാം നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്തുപറ്റി ഈ സമുദായത്തിന്? ഇസ്ലാം വിമോചനത്തിന്റെ നിത്യദർശനം എന്ന ഒരു പ്രമേയം ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ഇസ്ലാമിന്റെ കുഴപ്പം കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇസ്ലാം അന്നും ഇന്നും എന്നും ഉദാത്തമായ മാർഗങ്ങൾ മാത്രം ലോകത്ത് സംഭാവന ചെയ്ത ഒരു മതമാണ്. അപ്പൊ ഇസ്ലാമിന്റെ നീതിന്യായ വ്യവസ്ഥകളുടെയോ സാംസ്കാരിക വ്യവസ്ഥകളുടെയോ അധപ്പതനങ്ങളെ കൊണ്ടോ പോരായ്മ കൊണ്ടോ അല്ല പ്രശ്നം. മറിച്ച് ആ ഇസ്ലാം ഉൾക്കൊള്ളേണ്ട മുസ്ലിമീങ്ങളുടെ, ആ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കേണ്ട മുസ്ലിമീങ്ങളുടെ മാറ്റമാണ് മുസ്ലിമീങ്ങൾക്ക് ഇന്ന് വന്ന ഈ ബുദ്ധിമുട്ടുകൾക്കുള്ള അടിസ്ഥാനപരമായ പ്രശ്നം. നമുക്കൊരൽപ്പം ചർച്ച ചെയ്തു നോക്കാം. പണമില്ലാത്തത് കൊണ്ടാണോ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, പണമില്ലാത്തത് കൊണ്ടാണോ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നം? അല്ല. ലോകത്തിലെ 1-ാം നമ്പർ പണക്കാർ മുസ്ലിങ്ങളാണ്. ലോകത്തിലെ ഉത്തുംഗ മേഖലകളിൽ വിരാജിക്കുന്ന ഉന്നതമായ സ്ഥാപനങ്ങൾ സംഭാവന ചെയ്തത് മുസ്ലിങ്ങളാണ്. ലോകത്തിന്റെ ഉന്നതമായ റിക്കാർഡുകളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ടവർ അങ്ങനെ മലേഷ്യയിലെ പെട്രോണാസ് ടവർ ആയിരുന്നു എങ്കിൽ 90 നിലകളുള്ള പെട്രോണാസ് ടവറിനെ കടത്തിവെട്ടി 180 നിലകളിലായി ബുർജ് ഖലീഫ സ്ഥാപിച്ചത് മുസ്ലിങ്ങളാണ്. ലോകത്ത് അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഇന്ന് വരെ മറ്റൊരു ബിൽഡിംഗ് ഉണ്ടായിട്ടില്ല. പണത്തിന്റെ ശക്തി കൊണ്ടു തന്നെയാണ് ഇമാതിരിയുള്ള നിർമ്മാണം എന്ന് മാത്രമല്ല, ലോക കോടീശ്വരന്മാരുടെ ലിസ്റ്റുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും മുസ്ലിങ്ങളാണ്. ഒരു പക്ഷേ എന്തുകുന്ന മക്കളെ, ഇത് കുട്ടാണിക്കുന്നോ? ചെവിട്ടാണിക്കുന്ന്. നല്ല പേരാണ്, ആരിട്ട് കൊടുത്താലും. ഈ ചെവിട്ടാണിക്കുന്നിലുള്ള സഹോദരങ്ങൾ ഒരു പക്ഷേ പാപ്പരായേക്കാം, പക്ഷെ അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്ന് കണ്ട ഏതാനും മിനിറ്റുകൾക്കുള്ളിലുള്ള പരിചയമാണെങ്കിലും മോശമല്ല. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ പറയണം. നിങ്ങൾക്ക് വേണ്ടി അതുവാ ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയല്ല. അള്ളാഹു താല തന്ന നിഅമത്തുകളൊക്കെ നിലനിർത്തി തരട്ടെ. ആ നിഅമത്തുകൾ ഉള്ളത് കൊണ്ട് തന്നെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ സന്മനസ്സുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഇടപാടുകളിൽ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ പണമുണ്ട് നമുക്ക്. സുൽത്താൻ സർമുദ ഹസൻ അൽ ബോൽഖിയ, ബ്രൂണൈ സുൽത്താൻ, നമ്മൾ കേട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹം മറക്കിയിരിക്കുന്ന ക്ലോസറ്റ് വരെ സ്വർണമാണെന്നാണ് പ്രഖ്യാപനം. ആയിരക്കണക്കിന് റൂമുകൾ സ്വർണമാണ്, അതിന്റെ ഭിത്തികൾ സ്വർണം കൊണ്ട് പൂശിയിരിക്കുകയാണ്. ഇതൊക്കെ അനിവാര്യമാണോ, ഹലാലാണോ, സമുദായത്തിൽ ചെയ്യേണ്ടതാണോ എന്നതല്ല എന്റെ ചർച്ച. പണമുണ്ടോ? മുസ്ലിങ്ങൾക്ക് പണമുണ്ട്. ധൈര്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്, ധൈര്യമല്ലേ ഉള്ളൂ. അതിന്റെ കളിയല്ലേ ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധൈര്യമുണ്ട്, സ്ഥൈര്യമുണ്ട്, ത്രാണിയുണ്ട്, തന്റെ ഇടമുണ്ട്, കഴിവുണ്ട്, മിഴിവുണ്ട്, ശേഷിയുണ്ട്, ശേംഷിയുണ്ട് മുസ്ലിങ്ങൾക്ക് ലോകാടിസ്ഥാനത്തിൽ. അതിനൊന്നും മുസ്ലിങ്ങൾ കുറവല്ല. പണവുമുണ്ട്, ധൈര്യവുമുണ്ട്. അംഗസംഖ്യക്കാണോ കുറവ്? ഹിമാലയത്തിന്റെ മുകളിൽ നിന്നും അല്ലാഹു അക്ബർ പറഞ്ഞാൽ അത് ഏറ്റുവിളിക്കാൻ ലോകത്തിന്റെ നാനാദിക്കുകളിലുമായി 120 കോടിയിലധികം 120 കോടിയിലധികം മുസ്ലിമീങ്ങൾ ലോകത്തുണ്ട്. സത്യം പറയാൻ പലർക്കും വിസമ്മതമുള്ളതുകൊണ്ട് ലോകത്തിലെ 1-ാം ശക്തി ക്രൈസ്തവരാണ് എന്നാണ് പറയുന്നതെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നാണ് ഉള്ളിന്റെ ഉള്ളിലുള്ള കണക്ക്. മുസ്ലിങ്ങളാണ്. അപ്പൊ അംഗസംഖ്യ ഉണ്ട്, ധാരാളം മുസ്ലിങ്ങളുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ദേശക്കൂറ്. അത് അളക്കാൻ വേണ്ടി ചില ആളുകൾ നമ്മുടെ സമുദായത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു മുസ്ലിമിനെ കണ്ടാൽ അവന് കൂറെത്രയാണ്,
കൂറോമീറ്റർ എന്നാണ് അളക്കുന്ന മീറ്ററിന്റെ പേര്. അത് നിങ്ങൾ കടയിൽ പോയി ചോദിച്ചാൽ കിട്ടില്ല. അത് അവരുടെ കയ്യിൽ മാത്രമുള്ള ഒരു മീറ്ററാണ് കൂറോമീറ്റർ, മുസ്ലിമീങ്ങളുടെ കൂറളക്കുന്ന മീറ്റർ. ഈ മഹത്തായ ഭാരതത്തിന് വേണ്ടി, നാം താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിന് വേണ്ടി ത്യാഗം സഹിച്ച മുസ്ലിങ്ങള്. ഞാൻ ലൗഡ് സ്പീക്കറിൽ പബ്ലിക്കിലാണ് പ്രസംഗിക്കുന്നത്, അല്ല എന്നാർക്കും നിഷേധിക്കാൻ കഴിയരുത്. ഇത് അടച്ചു കെട്ടിയ ഏതെങ്കിലും ഒരു റൂമിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളോട് മാത്രമുള്ള ഒരു പ്രഭാഷണമല്ലല്ലോ, പലരും കേൾക്കുന്നുണ്ടാകും. ഈ രാജ്യത്ത് നമ്മുടെ ഭാരതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിങ്ങളായ ഞങ്ങളുടെ കാക്കക്കാരണവന്മാര് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ്? താജ്മഹൽ അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു, മഹാഭാഗ്യമുള്ളവർക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂ. നമ്മളൊക്കെ മഹാഭാഗ്യം എന്ന് ഉദ്ദേശിക്കുന്ന ആഖിറത്തിന്റെ വിഷയ, അയാൾ കണ്ടത് അതല്ല. അദ്ദേഹം ഇതിന്റെ പണിയും ശില്പചാരുതയും എല്ലാം കണ്ടപ്പോ അന്തം വിട്ട് നിന്നുപോയി. നമ്മുടെ ഇപ്പോഴുള്ള ഹുസൈൻ ഒബാമയല്ല, തൊട്ട് മുമ്പിരുന്ന വില്ലൻ. അദ്ദേഹം വന്നിട്ടാ പറഞ്ഞത്, മഹാഭാഗ്യമുള്ളവർക്ക് മാത്രമേ താജ്മഹലിന്റെ മുറ്റത്ത് വരാൻ കഴിയൂ. ആരാ ഉണ്ടാക്കിയത്? താജ്മഹൽ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, കോടിക്കണക്കിന് ഉറുപ്പിക വരുമാനമാണ് ടൂറിസ്റ്റുകളുടെ. അങ്ങനെ ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് സംഭാവന ചെയ്തതാരാ? എന്റെ പോയിന്റ് അവസാനിക്കുന്നത് വരെ ശ്രദ്ധിക്കണം. എന്തിനാ ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത്? അനശ്വരമായ ഒരു പ്രേമത്തിന്റെ പ്രോജ്വല പ്രതീകമായി പ്രശോഭിച്ച താജ്മഹൽ ഇന്ത്യ രാജ്യത്ത് സംഭാവന ചെയ്തത് മുസ്ലിങ്ങളാണോ? നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? 260 പരം പടികളിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന കുത്തബ് മിനാർ, ആ കുത്തബ് മിനാർ ഇന്ത്യ രാജ്യത്ത് സംഭാവന ചെയ്തത്, പണികഴിയിപ്പിച്ചത്, നിർമ്മിച്ചത് മുസ്ലിങ്ങളാണോ? നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്ത്, വരുംകാല ഇന്ത്യയിൽ കക്കാനും മോട്ടിക്കാനും എന്ന് മാത്രമല്ല, കന്നാലികളുടെ വരെ അഴിമതി നടത്തുന്ന, ശവപ്പെട്ടിയിൽ വരെ അഴിമതി നടത്തുന്ന ആളുകൾ വരുന്ന ഭാരതത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കണമല്ലോ എന്ന് മുസ്ലിങ്ങളായ കാരണവന്മാര്, മുൻഗാമികൾ ചിന്തിച്ചവർ നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളാ. അതിന്റെ വരുമാനം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വരുമാനത്തിൽ ഗണ്യമായ ഒരു ഭാഗവും അതിലൂടെയാണ് ലഭ്യമാകുന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിന പൊൻപുലരിയിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിന്ന് പ്രസംഗിച്ച, ഓരോ ഓഗസ്റ്റ് 15-നും ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്യുന്ന ഡൽഹിയിലെ റെഡ് ഫോർട്ട് എന്ന് പറയുന്ന ചെങ്കോട്ട ഉണ്ടാക്കിയതാരാ? പറയൂ, മുസ്ലിങ്ങളല്ലേ? 300 ചതുരശ്ര കിലോമീറ്റർ പടർന്നു പന്തടിച്ചു കിടക്കുന്ന ഒരു പൂന്തോട്ടമുണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത്, യെദ്യൂരപ്പ ഭരിക്കുന്ന കർണാടകയില്. മുസ്ലിങ്ങളെ കാണാൻ പാടില്ല ചില ആളുകൾക്ക് അവിടെ. അവിടുത്തെ വരുമാനത്തിൽ നല്ലൊരു ഭാഗവും ഇതിലൂടെയാണ് വരുന്നത്. ഈ 300 ചതുരശ്ര കിലോമീറ്റർ ആ വിസ്തീർണം. ലാൽബാഗ് എന്ന പൂന്തോട്ടം ആരാണ്ടാക്കിയത്? ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി ടിപ്പു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്താടോ അതിനും ആമീൻ പറയാൻ വിഷമ? ഒന്ന് പറ, എന്നാലല്ലേ എനിക്ക് നിങ്ങളോട് സഹകരിച്ചാൽ അരമണിക്കൂർ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. എന്താ ടിപ്പു സുൽത്താൻ ആമീൻ പറയാൻ പറഞ്ഞപ്പോ വിചാരിച്ചു ഇയാൾ വല്ല ഭീകരനാന്നാ? അതുകൊണ്ടായിരിക്കും. അത് കഥ അറിയാത്തത് കൊണ്ടാ. നമ്മുടെ മുൻഗാമികളെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, അല്ലെ ലോകത്തെ വിറപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്പർ 1 ദീനി വിശ്വാസികളായിരുന്നു. അപ്പോഴാ എതിർഭാഗം വിറച്ചത്. ഇന്ന് വെറും എന്താ ആചാർക്ക് പറയാൻ പറ്റും? ഇന്ന് വെറും എന്താ പപ്പരാസി കാണിക്കൽ മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. അതുകൊണ്ട് ആരും പേടിക്കൂല. മുസ്ലിങ്ങളെ മുമ്പ് പേടിച്ചിരുന്നു. എന്താ കാരണം? ഉള്ളില് പവറുണ്ട്, ഈമാൻ. മഹാനായ ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താൻ മരിച്ച ദിവസം, അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ച ദിവസം കേട്ടോ, ഉമ്മാടെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ചോദിച്ചു, ആർക്ക് കഴിയും ഈ സദസ്സിൽ? 1000 പങ്കെടുത്ത സദസ്സ. എന്റെ ഉമ്മാക്ക് മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങളിൽ ആരാണ് യോഗ്യൻ? എന്താണ് യോഗ്യതയുടെ മാനദണ്ഡം? പ്രായപൂർത്തിയായ സമയം മുതൽ സുബഹി നിസ്കാരം ഖളാ ആക്കാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എന്റെ ഉമ്മക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ടത് അവരാണ്. കയറട്ടെ.
ആ ഡിമാൻഡ് അംഗീകരിക്കാൻ പ്രായപൂർത്തിയായ സമയം മുതൽ ഒരു സുബഹ് ഖളാ ആവരുത്. ആ ഡിമാൻഡ് ആരും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ മഹാനായ ടിപ്പു ആ മയ്യത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതിന് യോഗ്യതയുള്ള ആളാണ് ഞാൻ. ഇന്ത്യയെ വിറപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട്, ഭരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ദീനിയായിരുന്നു. അതിന്റെ തെളിവാണ് പ്രായപൂർത്തിയായ സമയം മുതൽ ഞാൻ സുബഹി ഖളായാക്കിയിട്ടില്ല. ഇനിയെങ്കിലും ഒന്ന് റളിയല്ലാഹു പറഞ്ഞുകൂടെ? അള്ളാഹു അവരുടെ ഖബറുകൾ സന്തോഷമാക്കി കൊടുക്കട്ടെ. കണ്ടോ, ഇപ്പൊ മാറ്റം വന്നു. അപ്പോ അദ്ദേഹം ഉണ്ടാക്കിയതാണത്. 300 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പൂന്തോട്ടം. ഇന്നും ഇംഗ്ലണ്ടിൽ വെച്ച് ആരാധിക്കുന്ന മയൂര സിംഹാസനങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചു കൊടുത്തത്, പണി കഴിയിപ്പിച്ചു കൊടുത്തത് മുസ്ലിങ്ങളാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സംഭാവനകൾ ചെയ്തു കൊടുത്ത മുസ്ലിമീങ്ങളുടെ പിൻഗാമികളായ ഇന്നത്തെ മുസ്ലിമീങ്ങളെ ഒരു വിഭാഗം ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല. പണമുണ്ട്, ധൈര്യമുണ്ട്, അംഗസംഖ്യയുണ്ട്, ദേശക്കൂറുണ്ട്, ദേശത്തിന് വേണ്ടി ഒരുപാട് നിർമ്മാണങ്ങൾ ചെയ്തിട്ടുമുണ്ട്. പിന്നെ എന്തേ പരാജയം? വിമോചനത്തിന്റെ കാഹളം മുഴക്കിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ എന്തിനാണ് ഒരു വെറുപ്പ്? നമ്മൾ എന്തിനു വെറുക്കുന്നു? ഒറ്റ മറുപടി, ഒരേ ഒരു മറുപടി മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഖുർആൻ ഓതി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ലാ തഹ്നു വലാ തഹ്സനു വഅൻതുമുൽ അലൗൻ. മുസ്ലിമീങ്ങളെ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞത്, നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല, നിങ്ങൾക്കൊരു ബേജാറും വേണ്ട. വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഉന്നതന്മാർ. ഔന്നത്യത്തിന്റെ ഉത്തുംഗ പദവികളിൽ വിരാജിക്കാനുള്ള പരമമായ അവകാശം നൽകപ്പെട്ടത് മുസ്ലിങ്ങളെ നിങ്ങൾക്കാണ്. അള്ളാന്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്കൊരു ബേജാറുമില്ല, വിഷമം വരൂല, നിങ്ങൾ ഉന്നതന്മാരാ. ഖുർആൻ പറഞ്ഞത് തെറ്റാകുമോ? പറയൂ, ഒരിക്കലുമില്ല. അതിന്റെ അടിയിൽ അല്ലാഹു ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, ഒരു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. ആയത്തിന്റെ ബാക്കി, ഇൻ കുന്തും മുഅ്മിനീൻ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ഒരു സാമ്രാജ്യ ശക്തിക്കും കഴിയില്ല. നിങ്ങൾ എന്താവണം? മുഅ്മിനീങ്ങളാവണം. ഇസ്ലാം നിത്യദർശനം അങ്ങ് പറയുമ്പോ അടിസ്ഥാനമായി മനസ്സിലാക്കിക്കോ, നിങ്ങൾ മുഅ്മിനീങ്ങളാവണം. ആ ഈമാൻ നമുക്കുണ്ടോ? പറയൂ. സുന്നി പറയുമ്പോ അത് ശരിയാ, ഉസ്താദ് പറഞ്ഞ എത്ര കറക്റ്റാ. നാളെ വേറെ ഒരുത്തന്റെ പ്രസംഗം അവിടെ നിന്ന് കേൾക്കുമ്പോ അതിലുണ്ട് കാര്യം. മറ്റേന്നാ വേറെ ഒരാൾ പറയുമ്പോഴോ അവര് പറഞ്ഞത് മുഴുവൻ തള്ളിക്കളയാൻ പറ്റില്ല. അടിവേരില്ല നമുക്ക്. നമ്മിൽപ്പെട്ട പലർക്കും അടിവേരില്ല. യൂഷികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅ അൽ-അഖിലതു ഇലാ കിസ്അതിഹാ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആർത്തി പിടിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, നല്ല സുപ്രയിലേക്ക് അവരെ കൊണ്ടുപോയി വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തിയ സുപ്രയിലേക്ക് കൊണ്ടുപോയി ആർത്തിയുള്ള തീറ്റിപ്പണ്ടാരങ്ങളെ ഇരുത്തിയാൽ അവരെങ്ങനെ അത് ശാപ്പാടകത്ത് കയറ്റും? അതിനേക്കാൾ ആർത്തിയോടുകൂടി, അതിനേക്കാൾ ആവേശത്തോടുകൂടി മുസ്ലിങ്ങളെ നിങ്ങളെ ആക്രമിക്കാൻ ഒരു കാലം വരും. മക്കയുടെ മാനസപുത്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാ. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ആക്രമിക്കാൻ ആളുകൾ വരുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ, അല്ല എന്നു മാത്രമല്ല, ബൽ അന്തും കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടാകും.
ഞാൻ നേരത്തെ പറഞ്ഞതാ, എണ്ണത്തിൽ എമ്പാടും ഉണ്ടാകും. 140 കോടിയോട് അടുത്തിട്ടുണ്ടെന്നാ പിന്നെ ഒരു കണക്ക്. 120 കോടിയിൽ ഒട്ടും കുറയില്ല. എണ്ണത്തിൽ ഒരുപാടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം. പിന്നെന്താ പ്രശ്നം? എത്ര നല്ല ഉദാഹരണ പറഞ്ഞത്. നമ്മുടെ നാടന്മാർക്ക് മനസ്സിലാവാൻ പറ്റിയ ഉദാഹരണം. വേലിയേറ്റത്തിന് ചപ്പുചവറുകൾ കായലിൽ പോയി നോക്കിയാൽ, പുഴയിൽ പോയി നോക്കിയാൽ വേലിയേറ്റമാകുമ്പോ അങ്ങോട്ടൊഴുകിപ്പോകും. വേലി ഇറക്കമാകുമ്പോ അത് ഇങ്ങോട്ടൊഴുകി വരും. അടിവേരില്ല. അമ്മാതിരി വേലിയേറ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന ചപ്പുചവറു ചണ്ടികളെ പോലെ ഉറപ്പില്ലാത്ത മുസ്ലിങ്ങളുടെ കാലത്താണ് ആക്രമണം വരുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇസ്ലാം നല്ല മതം തന്നെ, അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇനി ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇനി വരില്ല. വരുമെന്ന് വിശ്വസിച്ചാൽ നാം ഇസ്ലാമിൽ നിന്ന് പുറത്ത്. പിന്നെ ആര് സംരക്ഷിക്കണം? നമ്മുടെ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കാൻ നാം മുഅ്മിനീങ്ങളാവണം എന്നാണ് പറഞ്ഞത്. നാം മുഅ്മിനീങ്ങളാവണം. അതിന് നമുക്ക് കഴിയണം. അതിന്റെ പ്രവർത്തനത്തിനും പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടിയാണ് SSFകാരും SYSകാരും മുസ്ലിം ജനകോടികളുടെ അനുഷേധ്യനായ ആത്മീയ ആചാര്യൻ മൗലാന കാന്തപുരം ഉസ്താദും മുസ്ലിം ജനകോടികളുടെ തേജപുഞ്ചമായ ഉള്ളാൾ തങ്ങളവറുകളും, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു കൽപ്പാന്ത കാലത്തോളം അവരുടെ തണലുകൾ പറ്റി ജീവിക്കാനുള്ള മഹത്തായ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെ പ്രവർത്തനം, ഈ സംഘടനയുടെ പ്രവർത്തനം ഞാൻ ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിശുദ്ധമായ മുഅ്മിനീങ്ങളായി ജീവിക്കുക എന്ന സാഹചര്യം നിലനിർത്തി തരാൻ. അങ്ങനെ മുഅ്മിനീങ്ങളാകുമ്പോൾ ഇസ്ലാമിന് വിമോചനം ഇവിടെ ഉണ്ടാകും. പൂർവ്വകാലത്ത് അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പൂർവ്വകാല മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 5-8 പോക്കറ്റും പഞ്ചായത്ത് ആഫീസും ഒന്നും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് MP ഇല്ല, MLA-യും ഇല്ല, പഞ്ചായത്ത് ഭരണമില്ല, പാർലമെന്റ് ഭരണമില്ല. എന്താ ഉഷറ! കാരണവന്മാരോട് ചോദിക്കണോ? ഇത് മലപ്പുറം ജില്ലയല്ലേ? മലപ്പുറം അല്ലേ? ചോദിക്ക് ചരിത്രമാണോ എന്ന്. പാറാമ്പി ഭരിച്ചു നിന്ന് നിങ്ങളുടെ മലപ്പുറത്ത് ഇന്ന് കാണുന്ന നല്ല ടൗൺ പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയുടെ സ്ഥാനത്ത് കുന്നുമ്മല്, മലപ്പുറം കുന്നുമ്മൽ ഉണ്ടായിരുന്നത് ഓലപ്പള്ളിയാ. പാറാമ്പി രാജാവ് പറഞ്ഞു പള്ളി കത്തിക്കും. അന്ന് ഈ പോലീസും പട്ടാളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുസ്ലിങ്ങൾക്ക് അധികാരവും പഞ്ചായത്ത് ആഫീസും ഒന്നുമില്ല. ചുരുക്കം ചില മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അവര് പറഞ്ഞു സാധ്യമല്ല, കത്തിക്കില്ല. കത്തിക്കുമെന്ന് രാജാവ്. അവസാനം എന്താ ഉണ്ടായത്? മലപ്പുറത്ത് നിന്നല്ലേ ഞാൻ സംസാരിക്കുന്നത്. മലപ്പുറത്തെ ചരിത്രം പഠിക്കുക നിങ്ങൾ. പാറാമ്പി എന്ന രാജാവ് അവസാനം തോറ്റ് മുസ്ലിമീങ്ങൾ സജീവമായി പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നപ്പോ അവര് 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ വിശുദ്ധമായ കഅബ ദേവാലയം നഷ്ടപ്പെടുത്താൻ വന്ന അബ്രഹത്തിനെയും മാനപ്പടകളെയും ആട്ടി ഓടിച്ച അധിപതിയായ റബ്ബേ, നിനക്ക് സുജൂദ് ചെയ്യുന്ന നിന്റെ പള്ളി തകർക്കാൻ ശ്രമിക്കുന്നവരെ ബദരീങ്ങളെ തവസ്സുലാക്കി പറഞ്ഞപ്പോ, ആ പള്ളി സംരക്ഷണത്തിന് വേണ്ടി അന്നത്തെ ചെറുപ്പക്കാരും കാരണവന്മാരും പള്ളിയിലേക്ക് മാർച്ച് നടത്തിയപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളും മക്കളും ഭവനത്തിലിരുന്നു കൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങളെ തവസ്സുലാക്കി ഗൗസുൽ ആലമിനെ വിളിച്ചു മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ പള്ളി സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച ആ പശ്ചാത്തലത്തിൽ അല്ലാഹു ആ സംഭവത്തിൽ പൂർണ്ണ വിജയം അവർക്ക് കൊടുത്തില്ലേ? ചരിത്രമല്ലേ? അധികാരമോ പണമോ ആൽബലമോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് നിങ്ങളുടെ മണ്ണിൽ നടന്ന ഈ സംഭവം പോരെ നമുക്ക് തെളിവ്? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങളെ അല്ലാഹു രക്ഷിക്കും. ലാ തഹ്നു വലാ തഹ്സനു, ബേജാറ് വേണ്ട, വിഷമം വേണ്ട. യഥാർത്ഥ ചിത്രം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് ബദരീങ്ങള് സുബ്ഹാനല്ലാഹ്
പറ്റൂല. ഗൗസുൽ ആളം അത്രയും പറ്റൂല. ഇനി അവരൊക്കെ വിട്ടാൽ റസൂലുള്ള അതൊട്ടും പറ്റൂല. പേരോ അഹമ്മദ്. എന്താ ജോലി? ഇസ്ലാമിന്റെ ഫുൾ ടൈം വർക്കറാണ്. ജോലി ഇസ്ലാമിന്റെ ഫുൾ ടൈം വർക്കർ. അള്ളാഹിനെ പറ്റി എന്താ അഭിപ്രായം? അടുത്ത പ്രദേശമാണ് കോഴിക്കോട്, ഇല്ലേ? അടുത്ത ജില്ല കോഴിക്കോട്. അവിടെ മെഡിക്കൽ കോളേജിന്റെ താഴെ ഒരു കോവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അറിയാലോ? അവിടെ ജീവിച്ചിരുന്ന ഒരാളുണ്ട്, AT കോവൂർ, മരിച്ചുപോയി. റളിയല്ലാഹു അൻഹു ഒന്നും ചൊല്ലരുത്, നിരീശ്വരവാദിയാണ്. അയാളുടെ അനുയായികൾ ഈ അടുത്ത സമയത്ത് കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചതെന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ ഇവിടെ മുജാഹിദിനെ ജമാഅത്തിനെയൊക്കെ വിമർശിച്ചു പറഞ്ഞാല്, മുസ്ലിയാരെ ഈ പരിപാടി ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? പിന്നെ ഈ ഭിന്നിപ്പിന്റെ വർത്താനം വന്നിട്ട് ജനങ്ങളുടെ പറയണ്ടേ? എടോ, ഇത് ആഖിറത്തിന്റെ പ്രശ്നമായതുകൊണ്ടാ ഞങ്ങളുടെ കുട്ടികൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇത് ആഖിറത്തിന്റെ പ്രശ്നമാ. പറയാതിരുന്നാൽ ഈമാൻ സലാമത്താവൂല, അവിടെ രക്ഷപ്പെടുത്താൻ ഒരുത്തനും ഉണ്ടാവൂല. അള്ളാഹ്ക്ക് കൈയുണ്ട്, നിങ്ങൾ കേട്ടു. അള്ളാഹ്ക്ക് കാലുണ്ട്, അതും നിങ്ങൾ കേട്ടു. അള്ളാഹ് ഏഴാനാകാശത്തിന്റെ താഴെയിട്ട് ഇറങ്ങി വരും പാതിരാത്രിയാകുമ്പോ, അതും കേട്ടു. അള്ളാഹ്ക്ക് വിരലുണ്ട്, അതും കേട്ടു. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരുടെ അമ്പലങ്ങളുടെ ചില ചുവർ ചിത്രങ്ങളിൽ ചില ദൈവങ്ങളുടെ ഫോട്ടോകളുണ്ട് അമ്പലങ്ങളിൽ. അത് അവരുടെ വിശ്വാസം, നടത്തിക്കോട്ടെ, നമ്മൾ വിമർശിക്കുന്നില്ല. അതേപോലെ ഒരു സാധനമാണ് അള്ളാഹ്. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രണ്ട് കാലുമുണ്ട്, ഉണ്ട്. പിന്നെ പറഞ്ഞു ഇരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും നമ്മുടെ TV-യിലൂടെയും മറ്റ് പരിപാടിയിലും ഒക്കെ കണ്ടവർ, അതുകൊണ്ട് വിശദമായി പറയേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹ്ക്ക് രണ്ട് കാലുമുണ്ട്, അള്ളാഹ് ഇരിക്കുകയാ. അപ്പൊ AT കോവൂരിന്റെ ആളുകൾ കോഴിക്കോട് നിന്ന് ചോദിച്ചു, അവിടെ വരെ എത്തിയോ നിങ്ങളുടെ മുസ്ലിങ്ങളുടെ അള്ളാഹ്? അള്ളാഹ് ഇരിക്കുക. ഇരിക്കണമെങ്കിൽ കോവൂരിന്റെ അനുയായികൾ ചോദിച്ചു, രണ്ട് ചന്തി വേണം, രണ്ട് ചന്തി വേണം. ചന്തി ഉണ്ടെങ്കിലല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ ആ രണ്ട് ചന്തിയുടെ ഇടയിൽ നിങ്ങളുടെ അള്ളാന്റെ, ബാക്കി ഞാൻ പറയണോ, ആണിൻ്റെതാണോ അതോ പെണ്ണിൻ്റെതാണോ? ചോദിച്ചില്ലേ? ചോദിപ്പിച്ചില്ലേ? ഇതാണോ അള്ളാഹുവിലുള്ള വിശ്വാസം? പറയൂ, ഇതാണോ അള്ളാഹുവിലുള്ള വിശ്വാസം? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ബാക്കി ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. എല്ലാവർക്കും മനപ്പാടമുള്ളതല്ലേ ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ ആയത്ത്. എന്താ പഠിപ്പിച്ചത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. അപ്പൊ ചോദിക്കൂ, അല്ലാഹ് അല്ലാത്ത മറ്റൊരു സാധനങ്ങളെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഇല്ലേ? അതിനെയൊക്കെ മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ? അതൊന്ന് ഇടക്ക് കയറി പറയണമല്ലോ. അല്ലാഹ് അല്ലാത്ത ആളുകളെ വിശ്വസിക്കുന്നവര് നമ്മുടെ ചുറ്റുവട്ടത്തിലെ ചവിട്ടാണിക്കുന്നിലും ഉണ്ടാകുമല്ലോ. ശബരിമല ശ്രീധർമ്മദാസാവിനെ വിശ്വസിക്കുന്നവരുണ്ട്, പോകുന്നവരുണ്ട്. ശബരിമലയിൽ ചോറ്റാനിക്കര അമ്മയുടെ അടുത്തേക്ക് പോകുന്നവരുണ്ട്, ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോകുന്നവരുണ്ട്, കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്ക് പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ വടകരയിൽ വലിയൊരു അമ്പലമുണ്ട്, അവിടെ പോകുന്നവരുണ്ട്. ഇതൊക്കെ ഇസ്ലാം അതിനോട് എന്ത് കാഴ്ചപ്പാടാണ്, എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ പറയുന്നതാണ് ഇസ്ലാമിന്റെ പ്രമാണം, നാം ഉൾക്കൊള്ളണം. നമ്മുടെ പ്രിയങ്കരനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചു തന്നു, ആ മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തിൽ നാം ഉണ്ടാകും. അങ്ങനെ ഒരു ജീവിത സാഹചര്യം വരുമ്പോ എന്ത് നിലപാട് സ്വീകരിക്കണം? മദീനയിൽ താമസിച്ചിരുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇസ്ലാമിന്റെ ഗവർണറാണ്, പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റാണ്, ഇസ്ലാമിന്റെ നേതാവാണ്. അന്ന് ജീവിച്ചിരുന്നപ്പോ ഔസ് ഖസ്റജ് പോലത്തെ രണ്ട് പ്രഗത്ഭരായ യഹൂദ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. രണ്ട് യഹൂദ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രസിഡന്റ് മദീനയിലെ. എന്താ അവരോട് നബി തങ്ങൾ ചെയ്തത്? ഹൈന്ദവ ദേവങ്ങളെ ആരാധിക്കുന്ന, ഹൈന്ദവ മൂർത്തികളെ ആരാധിക്കുന്ന ഹിന്ദുക്കൾ, ബഹുദൈവ വിശ്വാസികൾ മദീനയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ മദീനയിൽ ഉണ്ടായിരുന്നു.
അതല്ല ഇപ്പോഴും ഉള്ളത്. നമ്മുടെ ചുറ്റുവട്ടത്ത് മറ്റു മതക്കാരുണ്ട് എന്ന്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് എന്താ ചെയ്തത്? ആശയപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഇസ്ലാമിന്റെ കാമ്പും കാതലും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ആ വിശ്വാസം പഠിപ്പിച്ച റസൂലുള്ളാഹ് ഈ ക്രൈസ്തവരെയും അതേപോലെ ജൂതന്മാരെയും അതേപോലെ ഹൈന്ദവ സഹോദരന്മാരെയും സമദൃഷ്ടികളോടുകൂടെ കാണുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പഠിച്ചു. അല്ലാതെ ഇന്ന് മാത്രമല്ല, ഇവിടെ ക്രിസ്ത്യാനി ഹിന്ദു ഒക്കെ. അപ്പൊ അവര് നമ്മുടെ ചുറ്റുവട്ടത്തിൽ താമസിക്കുമ്പോൾ നമ്മുടെ നബി എന്ത് ചെയ്തു? അവരോട് സഹകരണം പുലർത്തി. ആ സഹകരണ മനോഭാവം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ മതങ്ങളും അങ്ങനെ തന്നെയാ പഠിപ്പിക്കുന്നത്. ഹിന്ദുക്കൾ ചുറ്റുവട്ടത്തുണ്ടാകുമല്ലോ, ആ മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ മുസ്ലിങ്ങളെ കൊല്ലാൻ? ഇല്ല. ഞാൻ നേരത്തെ ഒരാളുടെ പേര് പറഞ്ഞു, പ്രമോദ് മുത്തലക്കോ. മുത്തലാഖ് എന്ന് പറയല്ലേ? 60 ലക്ഷമാ മേടിച്ചത്. സുബ്ഹാനല്ലാഹ്. 6 ആഴ്ചകൾ ഒളി ക്യാമറയുമായി പിറകെ നടന്നാണ് തെഹൽക്ക വാരികയും അതേപോലെ തന്നെ ഹെഡ്ലൈൻ ഇംഗ്ലീഷ് ചാനലും ആ സംഭവം പകർത്തിയെടുത്തത്. 60 ലക്ഷം മേടിച്ചതിനാ? മുസ്ലിങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കലാപം അഴിച്ചുവിടുക, അവിടെ മുസ്ലിമീങ്ങളെ കൊല്ലുക. പേരോ ശിവസേന, അല്ല ശ്രീരാമസേന. രാമന്റെ പേര്. ഹിന്ദുക്കളോട് ചോദിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു, ഹിന്ദുക്കൾ പറയണം, അന്യമതസ്ഥരായ മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ അല്ലെ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഹിന്ദുക്കളെയോ അകാരണമായി കൊല്ലാൻ ശ്രീരാമ ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? മതം പഠിക്കണം നമ്മൾ. ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ആധ്യാത്മ രാമായണമാണ്. 24,000 ശ്ലോകങ്ങളാണ് ആധ്യാത്മ രാമായണത്തിലുള്ളത്. 24,000 ശ്ലോകം. ആരണ്യകാന്ഡം, അയോധ്യകാന്ഡം, കിഷ്കിന്ധ്യകാന്ഡം, ഉത്തരകാന്ഡം, ബാലകാന്ഡം, യുദ്ധകാന്ഡം തുടങ്ങി 7 കാണ്ഡങ്ങളിലായാണ് 24,000 ശ്ലോകങ്ങൾ കിടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ശ്ലോകം തന്നെ മാ നിഷാദ പ്രതിഷ്ഠായ ത്വബഗമ ശാശ്വതി സമ യൽ ക്രൗഞ്ച മിഥുന ദേഗവവതി കാമമോഹിത. മലയാളം മനസ്സിലായില്ലല്ലേ? ഇല്ല. മാ നിഷാദ, അത് ചെയ്യല്ലേ, അരുത് അരുത് അരുത്. മനുഷ്യനല്ല കൊല്ലാൻ പോയത്. വാത്മീകി മഹർഷിയല്ലേ രാമായണം എഴുതിയത്? കൂടുതൽ പറയുന്നില്ല. വാത്മീകി മഹർഷിയ രാമായണം എഴുതിയത്. മൂപ്പര് കാട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരു കാട്ടാളൻ അമ്പും വില്ലും എടുത്ത് ഒരു ക്രൗഞ്ച പക്ഷി മരത്തിൽ ഇരുന്ന് അതിങ്ങനെ ചൊറിഞ്ഞു മാന്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കാട്ടാളൻ എന്തു ചെയ്തു? അവന്റെ വില്ലെടുത്ത് ആ കിളിയെ ലക്ഷ്യമാക്കി ഒരൊറ്റ അമ്പയ്യൽ. അന്ന് മിസൈലൊന്നും ഇല്ലല്ലോ വിടാൻ. ഇമാര് സാധനം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇതുകൊണ്ടാ വിട്ടത്. അങ്ങനെ അതങ്ങ് ചത്തുപോയപ്പോഴാണ് വാത്മീകി മഹർഷിയുടെ കൽബ് കുൽബായി പോയി. അദ്ദേഹം പറഞ്ഞു, മാനിഷാദ, അരുതടാ കാട്ടാള, അത് ചെയ്യരുത്. കണ്ടോ? ഒരു കിളിയെ കൊന്നപ്പോ വാത്മീകി മഹർഷിയുടെ ഹൃദയം പിടച്ചു. ഹിന്ദുമത ദർശനം അഹിംസയാണ് പഠിപ്പിച്ചത്. ശ്രീരാമ ഭക്ത ഭഗവാന്റെ പേരിൽ പിന്നെ മുസ്ലിങ്ങളെ കൊല്ലാൻ 60 ലക്ഷം മേടിച്ചിട്ട് മാന്യനാകുന്നത് എങ്ങനെ? പറ. ശ്രീരാമ ഭക്ത ഭഗവാന്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഹയാത്ത് കാലത്ത്, ശ്രീരാമ ഭഗവാന്റെ ഹയാത്ത് കാലത്ത് ഒരാള് വന്ന് ചോദിച്ചു, യുദ്ധകാണ്ഡത്തിലുണ്ട് ഈ സംഭവം, രാമഭഗവാൻ ഇരിക്കാൻ പറ്റിയ സ്ഥലം ഏതാ? ഉടനെ അദ്ദേഹം പറഞ്ഞു, പള്ളി മുസ്ലിങ്ങളുടെ വല്ല പഴയതുകൊണ്ടോ നോക്കുക, അത് പൊളിക്കേ. സുബ്ഹാനല്ലാഹ്, അയാൾ പറഞ്ഞില്ല കേട്ടോ. രാമഭഗവാൻ ഒരിക്കലും പറഞ്ഞില്ല പള്ളി പൊളിക്കാൻ. രാമഭഗവാനോട് ചോദ്യം എന്താ? രാമഭഗവാൻ മനുഷ്യന്റെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ വരണം. നിങ്ങൾക്ക് കുടിയിരിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്? ഉടനെ അദ്ദേഹം പറഞ്ഞു, സഹിഷ്ണരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദ്വേനഹീനാമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ ശാന്തം നിനക്ക് സുഖവാസ മന്ദിരം സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം തൽപാദ സേവരാത്മനാം സന്തതം തന്മന്ത്ര മന്ത്രോജവശുചി സന്തോഷവാരിതേ ഭക്തദ്രാവാത്മനെ അന്തർഗതനായി വസിക്ക നീ സീതയ ചിന്തതാ ചിന്താമണേദയാ വാരിതേ. ഖത്തം തീർക്കാൻ കഴിയും, പക്ഷെ സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.
ഞാൻ ലൗഡ് സ്പീക്കർ ലൗഡ് സ്റ്റേജിലാണ് പ്രസംഗിക്കുന്നത്, രാമായണത്തിലും ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഹിന്ദുക്കളോടാ ചോദിക്കുന്നത്. എന്താ പറഞ്ഞത്? ശ്രീരാമ ഭഗവാൻ കുടിയിരിക്കാൻ പറ്റിയ സ്ഥലം മുസ്ലിങ്ങളുടെ പള്ളിയല്ല, അല്ല പാവപ്പെട്ട മുസ്ലിമിനെ കുത്തി കീറിയിട്ട് അവന്റെ ഹൃദയത്തിലുമല്ല, അല്ലെങ്കിൽ പാവപ്പെട്ട പെണ്ണിന്റെ ഗർഭിണിയായ പെണ്ണിനെ, ആ കുഞ്ഞിനെ തന്നെ നീളമുള്ള ശൂലം കൊണ്ട് കുത്തിയെടുത്ത് ആ കുഞ്ഞു ഹൃദയങ്ങളെ ഉൾപ്പെടുന്ന ആ ചെറിയ കുഞ്ഞിനെ പൊക്കിയെടുത്ത് തിളക്കുന്ന ചരവട്ടിയിലിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് ശ്രീരാമ ഭഗവാൻ സന്തോഷം കൊള്ളുക എന്നതും രാമായണം പഠിപ്പിച്ചില്ല. ആധ്യാത്മരാമായണം പറഞ്ഞു സഹിഷ്ണുരായി. കണ്ടോ, തുടക്കം തന്നെ സഹിഷ്ണുത വേണം, സഹിഷ്ണുത വേണം. സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി. സമദൃഷ്ടി മനോഭാവത്തോടുകൂടെ എല്ലാ ജന്തുക്കളെയും കാണാൻ പറ്റുന്ന ഹിന്ദു എവിടെയുണ്ട്? നാരായണനെയും മുഹമ്മദിനെയും, പിന്നാരെ നാരായണനെയും മുഹമ്മദിനെയും വർഗീസിനെയും ഒരേ കണ്ണുകൊണ്ട് മനുഷ്യരായി കാണാൻ പറ്റുന്ന ആളുകളുണ്ടോ? അവന്റെ ഹൃദയത്തിലാ ഞാൻ ഉണ്ടാകുക എന്ന് ബഹുമാന്യനായ രാമഭഗവാൻ ആധ്യാത്മരാമായണത്തിലൂടെ പഠിപ്പിക്കുകയാ. ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാ. ഇമാതിരിയുള്ള ആളുകൾ മതം പഠിക്കാതെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാ പറഞ്ഞത്. മതത്തിന്റെ ആളുകൾ ഒരിക്കലും കുഴപ്പം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മതത്തെ കുറിച്ച് പഠിക്കുക. മഹാനായ റസൂലുള്ളാഹി തങ്ങളവറുകള് മദീനയിൽ ജീവിച്ചപ്പോ ഇത്തരത്തിലുള്ള വിശ്വാസക്കാരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒക്കെ നല്ല നിലക്ക് കണ്ടു. അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു. തുവഫിയ റസൂലുള്ളാഹി വദറുഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയിൻ. അള്ളാന്റെ റസൂൽ മരിക്കുമ്പോ അവിടുത്തെ പടയങ്കി ഒരു യഹൂദന്റെ വീട്ടിൽ പണയപ്പെടുത്തിയിരിക്കുകയാ. അള്ളാന്റെ റസൂൽ മരിക്കുമ്പോ പടയങ്കി ആരുടെ വീട്ടിലാ? യഹൂദിയുടെ വീട്ടിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. ആ സൗഹൃദം കണ്ടോ നിങ്ങള്? ആ സൗഹൃദം കണ്ടോ? ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും ചെറിയ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും അപരാധങ്ങൾ എവിടെയെങ്കിലും കാണിച്ചാൽ ആ മുസ്ലിമിന്റെ ദൗർബല്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ കുഴപ്പമല്ല. ചെറിയ എറുമ്പുകളെ പോലും ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച, എറുമ്പിന്റെ മാളത്തിലേക്ക് മൂത്രമൊഴിച്ചവനോട് വരെ ശകാരിച്ച, കേട്ടോ, എറുമ്പുകൾ തിങ്ങി താമസിക്കുന്ന മാളത്തിലേക്ക് മൂത്രമൊഴിച്ചുകൊണ്ട് അതുങ്ങളെ ശല്യപ്പെടുത്തിയവനെ ശകാരിച്ച, ചെറിയ എറുമ്പുകളെ തീയിലിട്ടുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചവരെ കഠിനമായി വിമർശിച്ച ആ പ്രിയപ്പെട്ട നേതാവ് മനുഷ്യന്മാരെ തട്ടിക്കൊണ്ടുപോകാൻ കൽപ്പിക്കുമോ? മനുഷ്യന്മാരെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകാൻ കൽപ്പിക്കുമോ ആ റസൂൽ? പിന്നെ നിങ്ങൾ ഏത് റസൂലിന് വേണ്ടി, ഏത് ദീനിന് വേണ്ടി, ഏത് മതത്തിന് വേണ്ടിയാ ഇമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? പറയൂ. ഇസ്ലാമിന്റെ പേരിലാണല്ലോ ഈ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. അത് യാഥാർത്ഥ്യ ഇസ്ലാമുമല്ല. അള്ളാന്റെ റസൂലിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ ആ റസൂലുള്ള പൊരുത്തപ്പെടില്ല. എന്റെ മുമ്പിലിരിക്കുന്നതിൽ ഭൂരിഭാഗവും യുവാക്കളായതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, അതിലേക്കൊന്നും ചെന്ന് ചാടരുത്, കേട്ടോ, അതിലേക്കൊന്നും ചെന്ന് ചാടരുത്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ആമീൻ മാത്രം പറഞ്ഞാ പോരാ, പോകരുത്. പോയാലെന്താ വലിയ കുഴപ്പം? കുഴപ്പോ നിങ്ങൾ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നതെങ്കിലും ഉദ്ഘാടകനാണെന്ന് തോന്നുന്നു, ഓർമ്മപ്പെടുത്തി. അതോ സ്വാഗത പ്രാസംഗികനാണോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം നിങ്ങൾക്ക് തിരിഞ്ഞു കാണും. അതേപോലെ തന്നെ ചിൻവാദ് പാലം എന്ന് പറഞ്ഞിട്ടൊരു പാലം. അതെന്ത് പാല? പാണാറ് പാലാണോ? ചിൻവാദ് പാലം, അതാണ് തക്കമുള്ള പുസ്തകം. സ്വർഗത്തിലേക്കുള്ള പാലം എന്നാണ് അതിന്റെ അർത്ഥം. ഈ ചിൻവാദ് പാലം എഴുതിയ എന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവിടെ ഉണ്ടായിരുന്നു, ദിലീപ. ഒരു ബുക്ക്, ആ ബുക്കൻ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആത്മാർത്ഥമായി ഇത് 10 മിനിറ്റ് ശ്രദ്ധിക്കണം, കേട്ടോ. ഈ പറയുന്ന കാര്യം പ്രത്യേകിച്ച് എന്റെ യുവാക്കൾ ശ്രദ്ധിച്ചോളണം. ചിൻവാദ് പാലം എന്ന് പറയുന്ന പുസ്തകം 140 ചില്ലാനം പേജുകളുണ്ട്. എന്റെ വണ്ടിയിലുണ്ട് സംഭവം. അള്ളാന്റെ റസൂലിനെ ശക്തമായി വിമർശിച്ച ഒരു പുസ്തകം. ആ പുസ്തകത്തില് അതിന്റെ 12-ാം പേജില് SSFന്റെ SYSന്റെ പ്രവർത്തകര് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പ്രവർത്തകരും അനുഭാവികളും നേതാക്കളും ആ പുസ്തകത്തിൽ അള്ളാന്റെ റസൂലിനെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. നമ്മുടെ നാവ് കൊണ്ടത് പറയാനോ നിങ്ങളുടെ ചെവി കൊണ്ടത് കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത നിലക്ക്. പുസ്തകം എഴുതിയ ആൾക്കറിയാം, ഇത് എഴുതിയാൽ കേരളത്തിലല്ല ലോകത്ത് പ്രശ്നമാകും, പ്രതികരണമുള്ള മുസ്ലിങ്ങളാ എന്ന്. അതുകൊണ്ട് തന്നെ അയാൾ വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ച് ഞാൻ ശവപ്പെട്ടിയുടെ അകത്ത് കയറിയാലേ ഈ പുസ്തകം നിങ്ങൾ വിതരണം ചെയ്യാവൂ, പിന്നെ എല്ലാവരും കുടിക്കൂലല്ലോ.
എന്നെ പിടിക്കൂലല്ലോ, സെമിത്തേരി കയറിയിട്ട് എന്നെ പിടിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ആ വസിയ്യത്ത് പ്രകാരം ഇയാളുടെ ശവദാഹം നടത്തി ഇയാളെ സെമിത്തേരിയിൽ കുഴിച്ചിട്ട് അതിന്റെ കർമ്മം വീട്ടിൽ നടക്കുമ്പോഴാണ് ഈ പുസ്തകം വിതരണം ചെയ്യുന്നത്. അപ്പൊ ധൈര്യം നിങ്ങൾ നോക്ക് എത്ര ഉണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ധൈര്യമായിട്ട് കൂട്ടു നോക്കും. മുസ്ലിങ്ങൾക്കാണോ ധൈര്യം? ഇദ്ദേഹത്തിന്റെ ധൈര്യം നോക്ക്. പക്ഷേ അതിലൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിന്റെ 12ാമത്തെ പേജിൽ പറയുന്നു. എന്താ പറഞ്ഞത്? സംഭവം കാണണമെങ്കിൽ ഞാൻ പ്രസംഗത്തിന് ശേഷം കാണിച്ചു തരാം. ഞങ്ങളെ ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്, പുസ്തകം എഴുതിയ ആളുടെ പേരെന്താ? ഷാമു, കോയമ്പത്തൂർ ഷാമുവൽ. എന്നെ ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത് 3 ആളുകളുടെ, അതിൽ 2 സംഘടനകളുടെ പ്രവർത്തനം, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രവർത്തനം കൊണ്ടും ഒരാളുടെ വല്ലാത്ത വെല്ലുവിളി കൊണ്ടുമാണ് മുഹമ്മദ് നബിക്കെതിരെ ഞാൻ ഈ പുസ്തകം എഴുതേണ്ടി വന്നത്. പഠിക്കണം. ഞാൻ തൊടുപുഴയിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ആ പുസ്തകം വെച്ച് വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മറുവശവും കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അന്ന് ആ വിമർശനത്തിന് മറുപടിയിലേക്ക് ഞാൻ പോകുന്നില്ല. 12ാം പേജിൽ പറഞ്ഞ കാര്യം ഇവിടുത്തെ ബുദ്ധിയുള്ളവർ പഠിച്ചു. എന്തുകൊണ്ടാ SSFകാരും SOSകാരും കാന്തപുര ഉസ്താദും നമ്മൾ നല്ല നിലക്ക് നീങ്ങണം എന്ന നേതൃത്വത്തെ എന്തുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിതാ ഏറ്റവും അവസാനത്തെ ഒരു ചിത്രം പഠിച്ചു. അവര് പറഞ്ഞു, ക്രിസ്ത്യാനി സമൂഹത്തെ വല്ലാതെ വിമർശിച്ച് വേണ്ടാതെ വിമർശിച്ച 2 സംഘടനകൾ. ഒന്ന് വഹാബിസം, ഇന്ത്യൻ വഹാബിസം എന്നാണ് എഴുതിയത്. 2 സിമി. ഈ 2 സംഘടനകളും വേണ്ടടുത്തും വേണ്ടാത്തടുത്തും ഞങ്ങളുടെ ദൈവങ്ങളെ വിമർശിക്കുന്നു. 3ാമതൊരാളെ കുറിച്ച് പറഞ്ഞു, വ്യക്തിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ വിമർശനം ഒട്ടും സഹിക്കാതെ വന്നപ്പോഴാണ് ഞാൻ തുടങ്ങിയെന്നാ പറഞ്ഞത്. ഇതാണോ? അതാരാ ഈ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത്? അനുവാദകരായ ബൈബിൾ വിദ്യാർത്ഥികളുടെയും സുവിശേഷ പ്രവർത്തകരുടെയും സാഹചര്യങ്ങൾക്ക് പരിവർത്തനമുണ്ടാക്കുന്ന പ്രാർത്ഥന MM അക്ബർ. തീവ്രവാദികളുടെ ഹൃദയം രൂപവൽക്കരണത്തിന് ഈ ഗ്രന്ഥം ഉപകരിക്കട്ടെ. അപ്പൊ നിങ്ങൾ MM അക്ബറിനെ കേട്ടിട്ടുണ്ട്? എവിടെ ചെന്നാലും ആദ്യം പഠിച്ചു വെച്ച തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ കുറെ ചോദ്യങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ. ചങ്ങനാശ്ശേരിയില് ടൗണിന്റെ തൊട്ടടുത്ത് കാണുന്ന കോളേജില് വന്ന് ഭയങ്കര വാഗ്വാദം. ആര് മറുപടി പറയും? 40 ചോദ്യങ്ങൾ ക്രിസ്ത്യാനികളോട് ചോദിച്ചു. മറുപടി ഉണ്ടോ? ആരാ മറുപടി പറയേണ്ടത്? ക്രിസ്ത്യാനികൾ. അവര് നേരെ അച്ഛനെ കൊണ്ടുവന്നു. ഇവിടുത്തെ അച്ഛന്മാരൊന്നും പോരാത്ത കൊണ്ട് അവർ ലണ്ടനിൽ നിന്ന് അച്ഛനെ കൊണ്ടുവന്നു, വലിയ കാര്യപ്പെട്ട മഹാനെ. അതേ കോളേജിൽ വെച്ചുകൊണ്ട് അവർ തിരിച്ചു വെച്ചു. അള്ളാനോട് 80 ചോദ്യം. മറുപടി ഉണ്ടോ? യേശുവിനോട് 40 ചോദിച്ചുള്ളൂ. തിരിച്ചവര് ചോദിച്ചു അള്ളാനോട് 80 ചോദ്യം. ചോദ്യം ചോദിക്കാൻ ആർക്കാടോ പറ്റാത്തത്? പറ. ചോദ്യം ചോദിക്കാൻ നമുക്കൊക്കെ കഴിയും, മറുപടി പറയാൻ അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പറയണം ഇസ്ലാമിന്റെ കാര്യങ്ങൾ. അള്ളാഹ് എന്നാ ജനിച്ചത്? അങ്ങനത്തെ ചർച്ചകളൊന്നും കൂടുതൽ പോകരുതെന്നാണ് ഇസ്ലാം മതം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനൊക്കെ പരിധിയുണ്ട്. അപ്പൊ ചോദ്യം ആർക്കും ചോദിക്കാം. 80 ചോദ്യം ചോദിച്ചപ്പോ MM അക്ബറിനോട് പറഞ്ഞു, ദാ അവരിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് 40ന് 80 ഇരട്ടി ദാ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മറുപടി പറയാൻ പാ. എനിക്കിപ്പോ സമയമില്ല, ഈ സമയം വരെ വന്നിട്ടുമില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അമ്മാതിരിയുള്ള MM അക്ബർ പോലത്തവരുടെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ മുഹമ്മദ് നബിക്കെതിരെ ഈ പുസ്തകം ഇറക്കേണ്ടി വന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കാതിരിക്കുവാൻ ഈ ചെറുഗ്രന്ഥം സഹായകമാകട്ടെ. അവരുടെ വാക്ക് തന്നെ. മുഹമ്മദ് റസൂലുള്ളാഹിനെ വിമർശിച്ചത് തീർത്തും തെറ്റായി പോയി എന്ന് 10,000 വട്ടം ഉറക്കെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം ക്രൈസ്തവ സഹോദരങ്ങളല്ല, ഈ ക്രൈസ്തവ സഹോദരനുണ്ട് മുജാഹിദീങ്ങള്. അതാണ് പെന്തക്കോസ് വിഭാഗം, പാസ്റ്റർമാര്. ക്രിസ്ത്യാനി വിഭാഗത്തിന്റെ മുജാഹിദ അവര് അവരുടെ ആശയങ്ങളൊക്കെ വിമർശിക്കുന്നുണ്ട്. ആ ആളുകളുടെ പ്രവർത്തനം ഞാൻ വിമർശിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. അന്യമതക്കാരെ വെറുതെ വേണ്ടതിനും വേണ്ടാത്തതിനും വിമർശിക്കാൻ പോയപ്പോഴല്ലേ റസൂലുള്ളാഹിക്കെതിരെ പുസ്തകം വരെ ഇറങ്ങേണ്ടി വന്നത്. ഇനി ഒരു കാര്യം ചങ്കിന് കൈവച്ചുകൊണ്ടൊന്ന് ചോദിച്ചോ. ഇന്നിവിടെ ഒരു പരിപാടി, സുന്നി ഏതു ആവട്ടെ,
വിളിപ്പുറത്ത് വേറെ ഒരു പരിപാടി, അതിന്റെ 4 കിലോമീറ്റർ വേറെ ഒരു പരിപാടി. ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, വലിയ പ്രത്യേകത ഒന്നുമില്ലല്ലോ, സാധാ രാത്രി കേരളത്തിൽ എത്ര പരിപാടി ഉണ്ടാകും പറ? 100 കണക്കിന് പരിപാടികൾ സുന്നികളുടേതുണ്ടാകും കേട്ടോ. അള്ളാഹു അതൊക്കെ നിലനിർത്തി തരട്ടെ, അഭിവൃദ്ധിപ്പെടുത്തട്ടെ. സുന്നികൾക്ക് എത്ര സ്ഥാപനമുണ്ട്, എണ്ണിയാൽ ഒടുങ്ങൂലാത്ത സ്ഥാപനം. സുന്നികൾക്ക് എത്ര മൗലവിമാര് വാദന്മാരുണ്ട്, സുബ്ഹാനല്ലാഹ്, എത്ര ഉണ്ടാവും. ഇമാതിരി സ്ഥാപനങ്ങളും വാദു പറയുന്ന ആളുകളും മൗലവിമാരും ദഅവത്തും ഒക്കെ നടത്തുന്ന 95.4% സുന്നികൾ താമസിക്കുന്ന കേരളത്തിൽ ഈ പുസ്തകത്തിന്റെ ഈ പേജില് എന്തേ ഒരു സുന്നിയെയോ ഒരു സുന്നി സംഘടനകളെയോ പറയാതിരുന്നത്? പറയൂ. സംഘടനകളെയും വ്യക്തികളെയും പേരെടുത്തെഴുതിയ കൂട്ടത്തിൽ അള്ളാന്റെ ദീനിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന സജീവമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെയോ പ്രസ്ഥാന നായകന്മാരെയോ അതിന്റെ പ്രവർത്തകരെയോ എന്തുകൊണ്ട് പറഞ്ഞില്ല? മുസ്ലിങ്ങൾ പഠിച്ചോ? ബഹുഭൂരിപക്ഷം വരുന്നവരും സുന്നികളായി ഇവിടെ. അതാ ഞാൻ 95.4% പറഞ്ഞത്. 5% ഈ സാധുക്കൾ എല്ലാം കൂടി കൂട്ടിയാൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളും സുന്നി നേതാക്കളും അന്യമതസ്ഥരായ ആളുകളെ വേണ്ടാത്തടത്തും വേണ്ടടത്തും വിമർശിക്കണ്ട എന്ന റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം നിലനിർത്താൻ അണികളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ചാന്ദ്വാദ് പാദത്തിന്റെ പാലങ്കാർക്കൊന്നും നമ്മെ കുറിച്ച് പറയാൻ വാക്കുകളില്ലാതിരുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോയ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാമിനെ പഠിക്കേണ്ടത് സുന്നികളെ നോക്കിയിട്ടാവണം, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും നേതാക്കളെയും നോക്കിയിട്ടാവണം. ഞാൻ മനസ്സിലാക്കി. ഇന്നലെയും ഈ സ്റ്റേജിന്റെ പ്രവർത്തനത്തിൽ ഒരു മുസ്ലിം സഹോദരൻ, എന്തോ അവന്റെ പേര് ആനില എന്തോ, അൽഹംദുലില്ലാഹ്, കണ്ടോ സഹകരണം. അതേപോലെ അപ്രത്യേകം ചെയ്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ കാണുമ്പോ അമ്പലത്തിന്റെ അടുക്ക ചെന്നിട്ട് ഒരു 10 രൂപ എടുത്തിട്ട്, ഭഗവാനെ എന്നെ കാക്കണേ, നീ പറയല്ലേ, നീ പുറത്താണ് ഇസ്ലാമിന്റെ. കുരിശുപള്ളി കാണുമ്പോ കന്യാമറിയമേ എന്നെ രക്ഷിക്കണേ, എന്നാ ഒരു 100 പിടിച്ചോ, കാണിക്ക വഞ്ചിയിൽ ഇടല്ലേ, നീ പുറത്താണ്. അത് പറ്റില്ല, നിന്റെ വിശ്വാസം തെറ്റിപ്പോകും. എന്നാലോ രാവിലെ കുളിച്ച് ഫ്രഷായി വണ്ടിയും എടുത്ത് മാർക്കറ്റിലേക്ക് പോകുന്ന വഴി അതേ അമ്പലത്തിലുള്ള വിശ്വാസക്കാരനാ കാണിക്ക വഞ്ചിയിൽ വിശ്വസിക്കുന്നവൻ തടഞ്ഞു നിർത്തി, അബൂബക്കർ ഹാജി എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോ അതേ അബൂബക്കർ ഹാജി ഒരു 100 രൂപ എടുത്ത് 10 രൂപ എടുത്തു കൊടുത്ത് ആ സഹോദരനിലേക്ക് കൊടുക്കുമ്പോ, നാരായണനോ സാവിത്രിക്കോ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള സകലമാന വ്യക്തികൾക്ക് നീ നന്മ ചെയ്തോ, ജാതി നോക്കണ്ട, മതം നോക്കണ്ട, കുടുംബം നോക്കണ്ട, വർണ്ണം നോക്കണ്ട, പാർട്ടി നോക്കണ്ട, ആർക്കും നിങ്ങൾക്ക് നന്മ ചെയ്യാം. അള്ളാന്റെ റസൂൽ അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ മതി. പരസ്യമായി അവർ സഹായിച്ചോ, സഹായിക്കണം. നിന്റെ അയൽപക്കക്കാരൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ, മരിച്ചാൽ പോകണം. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു, മരിച്ചാൽ പോകണം. പോയാ മാത്രം പോരാ, അയൽവാസി നീയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന നാരായണനോ വർഗീസോ ഫാത്തി ആണെങ്കില്, അല്ലെങ്കിൽ മറിയാമ്മയോ സാവിത്രിയോ ആണെങ്കില്, അവരെ കബറടക്കം ചെയ്യുന്ന പള്ളി വരെയോ, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ അവരെ സംസ്കരിക്കുന്ന സ്ഥലം വരെയോ, അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ നീ പോകുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. കൊണ്ടോ സൗഹൃദം, വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാറാൻ പാടില്ല. അല്ലാത്ത ഏത് മാനുഷിക ബന്ധങ്ങളിലൂടെയും പോകാം. അപ്പൊ ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരൻ, അവരുമായി സൗഹൃദം ഉണ്ടാക്കണം, മതം പഠിക്കണം എന്നാണ് ഞാൻ ആകത്തുക ഒരു ദിവസത്തെ പ്രഭാഷണം ഏതാനും മിനിറ്റുകളുടെ അല്ലേ, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത്. പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം ഇസ്ലാമിന്റെ ശോഷണം, മുസ്ലിം സഹോദരന്മാരെ കണ്ടുകൂടാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചത് ബിദ്അത്തിന്റെ കക്ഷികളല്ലേ. സാധാരണ ഉള്ളിൽ കയറി കൊട്ടാനും മുട്ടാനും കൊണ്ടുവന്ന വടികളൊക്കെ തച്ചു തകർത്തു. നേരെ അതാ പുറപ്പെടുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് അവിടെ എത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്നു. എതിരാളികൾ പോലും കറാമത്ത് അംഗീകരിച്ച വലിയ വ്യക്തിത്വമാണല്ലോ ഉമർ ഖാദി റഹിമഹുല്ലാഹ്.